പീഡനക്കേസിൽ നടൻ സിദ്ദിഖ് കുറ്റക്കാരനെന്ന് പോലീസ്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് യുവതിയെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചുവെന്നാണ് കേസ്. ഇതിന് ദൃശ്യങ്ങളും സാക്ഷിമൊഴികളും ഉണ്ടെന്നും പോലീസ് പറയുന്നു. അനുമതി ലഭിച്ചാൽ അന്വേഷണ സംഘം കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും. MG പ്രതീഷ് ചേരുന്നു തിരുവനന്തപുരത്ത്. പ്രതീഷ്, വിവരങ്ങൾ. SKN ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലായിരുന്നു നടന്മാർക്കെതിരെ പീഡന പരാതികൾ ഉയർന്നു വന്നത്. ഈ സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത തിരുവനന്തപുരത്ത് ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നതാണ് നടൻ സിദ്ദിഖിനെതിരായിട്ടുള്ള പരാതി. 2016 ജനുവരി 28-ന് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചു വരുത്തുകയും പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന യുവനടി സിദ്ദിഖിനെതിരെ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കന്റോൺമെന്റ് പോലീസ് കേസെടുക്കുകയും ചെയ്തത്. ഇതിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രമാണ് ഉടൻ സമർപ്പിക്കുന്നത്. കോടതിയുടെ അനുമതി ലഭിച്ചാൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്നതാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്ന കാര്യം. മാത്രമല്ല, ഈ ആരോപണത്തിൽ സിദ്ദിഖ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയെന്ന കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ഈ സിദ്ദിഖിനെതിരെ ഡിജിറ്റൽ തെളിവുകളും സാഹചര്യ തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. ഈ നടി ആരോപണം ഉന്നയിക്കുന്ന അതേ ദിവസം സിദ്ദിഖ് ഈ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്നുവെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. ഒപ്പം ഈ യുവനടി ഹോട്ടലിൽ എത്തിയതിന്റെ ദൃശ്യങ്ങളും സാക്ഷിമൊഴികളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെ ഈ പീഡിപ്പിക്കപ്പെട്ട നടി എറണാകുളത്തെ ഒരു ഹോട്ടലിൽ ചികിത്സ നേടിയിരുന്നു. ഈ ചികിത്സ നേടിയതിന്റെ രേഖകളടക്കം അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. ഇതുൾപ്പെടെയാണ് പോലീസ് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. വൈകാതെ തന്നെ കുറ്റപത്രം സമർപ്പിക്കാനുള്ളൊരു നീക്കത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. SKN പ്രതീഷ്.